ഇതൊരു കാര്യം അറിഞ്ഞോ? ഇല്ല. ഞാനാ ഫോണിൽ സംസാരിച്ചത്. ഫോണിൽ അല്പം വിശദമായി അങ്ങോട്ട് സംസാരിക്കാൻ കിടക്കണേ ഉള്ളൂ. അതെ. അല്ല, കച്ചവടമാകുമ്പോ അല്പമല്ല, വിശദമായിട്ട് തന്നെ സംസാരിക്കണല്ലോ. 1.5-2 മാസത്തെ പ്രിപ്പറേഷനിലാണ് ഞാൻ ഷിഹാബിനെ പത്രസമ്മേളനത്തിന് എത്തിക്കുന്നത്. എടാ എന്തോരം കാര്യങ്ങൾ പഠിക്കാനുള്ളതാ. എന്തെന്തോരം കാര്യങ്ങള്? ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ചേട്ടൻ പഠിപ്പിച്ചു തരാട്ടാ. അത്രയും കാലം ഞാൻ ഈ ഷിഹാബിനെ പറഞ്ഞാ എത്തിക്കുന്നത്. ഞാൻ പറയണ പോലെ പറയണം. ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ. എന്തസ്യ? ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചൊല്ലൊന്നും ഇല്ലേ? ചൊല്ലോ എടോ, ഇതൊരു മന്ത്രമാണ്. എന്നാലും പറയാൻ ഇച്ചിരി പാടാണ്. ട്രോഫികളുടെ താലപ്പൊലിയെന്ന് അറിയാലോ. അതിനിടയിൽ ഒരു മെഗാ ബമ്പർ ട്രോഫി വന്ന് വിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ സുനിതയ്ക്ക് അറിയാട്ടോ. ഇതൊക്കെ സുനിതയായിട്ട് ഞാൻ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടാ മുന്നോട്ട് പോയാൽ. ഒരു ഫലൂദയാലോ? ഇതേമാതിരി മറ്റൊരിടത്ത് വർത്താനം പറയരുത്. സ്വാഭാവികം. ഇതേ തട്ടിപ്പ് ടീമിന്റെ സ്ഥിരം നമ്പറാണ്. അതായത് നിങ്ങൾ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ, ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ സുനിതാ ദേവദാസും സീക്രട്ട് ഏജന്റും ചേർന്ന് നടത്തിയ ഡ്രാമയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങൾ കണ്ട ഈ സൈബർ ആക്രമണം അത്രയും മുതുകാട് എന്ന വ്യക്തിക്ക് എതിരെയുള്ളത്. അതല്ല ഉദ്ദേശം. എടോ, ഞാനേ ഒരു ജാട അഹങ്കാരിയാണോ? അതിന് ചുക്കാൻ പിടിച്ചത് മുതുകാടിന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ആളും. സാർ, കേരള പോലീസിന്റെ ഇടി കൊണ്ടിട്ടുണ്ടോ? എന്താ സാറോ? ഒരു പരാതിയാ. സമാധാനമല്ലോ. ഈ കേസിന്റെ വിജയ പരാജയങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല.